ആളാണ് ഇൻട്രോവേർട്ട്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന മനുഷ്യൻ, ഒരു ഭാഗത്ത് ഇരിക്കൂല, ചാട്ടം ഓട്ടം ഒക്കെ തന്നെ. എന്നെ കണ്ടത് എന്താ തോന്നുന്നു, ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? വട്ടല്ല എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, എഴുതുക പഠിക്കുക, അതൊക്കെ ഇരിക്കണം. ഇൻട്രോവേർട്ട് ഒരു മോശം കാര്യമല്ലോ, നല്ല കാര്യം. പൈലറ്റ് ഏതായിരിക്കണം, ഇൻട്രോ ആണോ എക്സ്ട്രോ ആണോ? ഇൻട്രോ. എക്സ്ട്രോവേർട്ടിനെ പിടിച്ച് പൈലറ്റ് ഒക്കെ എന്ത് സംഭവിക്കും? ഫ്ലൈറ്റ് പൊന്തി കുറച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ബോറടിക്കും. ഇയാള് പുറത്തിറങ്ങിന്ന് പറയും. ഇയാൾ കോക്പിറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് യാത്രക്കാരുടെ ഹലോ എവിടേക്കാ? ദുബായ്. താനാണ്? ഞാനാണ് പൈലറ്റ്. അപ്പൊ താനിവിടെ എന്തും. അപ്പൊ വണ്ടിയുടെ അവസ്ഥ എന്താ? താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്കും പറ്റുന്ന ജോലി. ഇപ്പൊ എനിക്ക് ഒരു ഭാഗത്ത് അടങ്ങി ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഈ പിരിപിരിപ്പ് നമുക്ക് പിരിപിരിപ്പുണ്ട്. ചില ആൾക്കാരുണ്ട്, ചില അധ്യാപകരുണ്ട്, നമ്മൾ എന്നെ കണക്കിൽ നിന്നും ഒരുപാട് ദൂരെ എത്തിച്ചൊരു കണക്ക് ടീച്ചറുണ്ട്. എൻ്റെ കഥ ചിലവർക്കൊക്കെ അറിയാം. 22ാമത്തെ വയസ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ് ഞാൻ. അത് ഒരു എൻ്റെ കാമുകി. ഇത് സ്ത്രീകൾക്ക് മനസ്സിലാവും. ഇതെന്താ തെളിച്ചു കേട്ടാ. 22ാമത്തെ വയസ്സിൽ ആകട്ടെ അത് പറയുമ്പോൾ എനിക്ക് നാണം വരും. എടാ മരുന്ന് കുടിച്ചപ്പോൾ ഞാൻ നന്നായി, ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുടിച്ചപ്പോൾ റെഡി കാമുകി. പക്ഷേ കാമുകി പോട്ടെ, കാമുകി പോയപ്പോഴല്ലേ നമ്മുടെ സ്വന്തം മുത്ത്. എൻ്റെ അവള് ഷോർട്ടാട്ടോ, വൈഫ്. ഇത്ര ഷോർട്ടാ. പക്ഷെ ഞങ്ങളിങ്ങനെ സംസാരിക്കാം. ഹലോ, അപ്പോൾ അവള് ഹായ് അസ്സലാമലൈക്കും താഴേക്ക് ഇട്ട് കൊടുക്കിച്ചു. അപ്പൊ മറുപടി വലൈക്കും അസ്സലാം പൊത്തി വരും. പക്ഷെ ഭയങ്കര ചാർജാട്ടോ. ആള് നമ്മളെ ചങ്കാണ്, നമ്മളെ മുത്താണ്. അതൊക്കെ മറക്കാനല്ലേ നമ്മളിവിടെ വരുന്നേ. കൈയടിക്കട്ടെ കഥ. മറ്റൊരാളുടെ വിഷമം പറയുമ്പോ അല്ലെ, ആത്മഹത്യാശ്രമം നടത്തി, അതിനെ തേച്ചു. 5 വർഷം ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു അബിക്കാക്ക് പണിയും തൊഴിലൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ, അതൊരു പുതിയ കാര്യമല്ലല്ലോ. അപ്പോൾ അവള് പറഞ്ഞു പേടിക്കണ്ട, അതൊക്കെ ഉള്ള ഒരാൾ കല്യാണം കഴിക്കാൻ വന്നിട്ടുണ്ട്, അനുഗ്രഹിക്കണം, വലമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് മരിക്കാൻ പോയ ആളാണ് ഞാൻ വിചിത്രമായി മരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ചെയ്തതെന്ന് പറയുക, വിഷം കുടിച്ച് മുറിച്ച് തൂങ്ങി നിന്ന് നിൽക്കുക. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ വിഷം കുടിച്ചപ്പോൾ ബോധം ഇങ്ങനെ പോയി, മുറിച്ചിട്ട് മുറിഞ്ഞില്ല. അവസാനം കയറിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ തല കുടിക്കില്ല, കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി, കസേര മാറി. ഞാനിങ്ങനെ പഴക്കൊരാളുടെ പോലെ കിടന്ന് ആടി. അതായത് എൻ്റെ ആത്മഹത്യ. ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു വയറിളകിയാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഇവിടെ വാപ്പ എൻ്റെ അങ്കിൾ, എൻ്റെ മാമൻ്റെ മോൾ വന്നിട്ട് പറഞ്ഞു നാണുണ്ടോ നിനക്ക്, സ്വന്തമായി മരിക്കാനുള്ള കഴിവ് പോലും നിനക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആ കുട്ടിയും അവളുടെ ഹസ്ബൻഡൊക്കെ നമ്മുടെ ഫാൻസാണ്. ഫാൻസാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ജീവിതത്തിൽ. ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറയുക, നമ്മൾ കാര്യങ്ങൾ നന്നായി പോകുന്നില്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആവറേജ് ആയിട്ടാണ് പോകുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി പോകുന്നുണ്ട് എങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പണക്കാർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. യൂസഫ് അലി അദ്ദേഹത്തിന് 75,000 കോടിയോ മറ്റോ സ്വത്തുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും പ്രശ്നങ്ങളുണ്ട്. 3,000 കോടിയോ 4,000 കോടിയോ ഉണ്ട്. ബോബി ചെമ്മണ്ണൂർ കേട്ടിട്ടില്ലേ? ആളെ കേട്ടിരുന്നോ? അയാൾക്കും ഉണ്ട് പ്രശ്നങ്ങൾ. ജയിലിലേക്ക് പോയാൽ ആ മനുഷ്യൻ ജയിലിലേക്ക് അവിടുത്തെ യൂണിഫോം ഇവിടെ നിന്നിട്ട് പോയ ആളാണ്. മൂപ്പര് അവിടെ ചെന്നപ്പോ യൂണിഫോം എടുത്തപ്പോൾ അതുകൊണ്ട് വേണ്ട ഇട്ടിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ നമുക്ക് ജീവിതത്തിൽ മനസ്സിലാവാത്ത കാര്യം, എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസ നമ്മളെ രക്ഷപ്പെടുത്താത്ത ചില സന്ദർഭങ്ങൾ വരും. നിങ്ങൾ കണ്ടതല്ലേ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു മരണം, നമ്മളൊക്കെ വായിച്ചതല്ലേ. ആരായിരുന്നു നമ്മളെ പേര് കാര്യമൊന്നും പറയണ്ട. 12 റോൾസ് റോയ്സ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. 12 റോൾസ് റോയ്സ്. ഒരു റോൾസ് റോയ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ അത്രയും വലിയൊരു അച്ചീവ്മെന്റ്. അങ്ങനത്തെ 12 ഉള്ള മനുഷ്യൻ, 8,000 കോടിയോ 9,000 കോടിയോ മറ്റോ സ്വത്തുള്ള മനുഷ്യൻ ഒരു നിമിഷത്തിൽ ജീവിതം അവസാനിക്കുകയാണ്. പൈസ നമ്മൾ നോക്കേണ്ടത് ആവാത്ത സ്ഥലങ്ങളിൽ, നമ്മളെ ഹെൽപ്പിന് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ചിലപ്പോൾ പൈസയ്ക്ക് കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നാണ്.
മനസ്സിലാക്കിയാൽ ഒന്ന് പറഞ്ഞതെന്ന് മനസ്സിൽ കയറാം. 3 കുട്ടികളുടെ 3 തരത്തിലല്ല ഉണ്ടാവുക. മൂത്തത് ഒരുത്തുണ്ടാവും. അവൻ വരുമ്പോ ഒരു അച്ചടക്കമില്ലാത്തൊരു മനുഷ്യൻ. അവൻ പല സാധനങ്ങളും പല സ്ഥലത്ത് ഇങ്ങനെ എറിയും. എൻ്റെ മാമൻ്റെ 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. അയ്യോ, ആൺകുട്ടി പെൺകുട്ടി ശരിക്കും വ്യത്യാസം ഉണ്ട് കേട്ടോ. എക്സാം പേടി ആർക്കും കൂടുതൽ, ആൺകുട്ടിക്കാണോ പെൺകുട്ടിക്കാണോ? പറയും. പെൺകുട്ടിക്ക് എക്സാമിന് 10 ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പറയും അതൊക്കെ ആൺകുട്ടിയോട് ചോദിക്കും 10 ദിവസമുള്ള പറയും. ആണോ സാറിന് വല്ല വിഷമമുണ്ടോ? ഇവന്മാർക്ക് ഒരു വിഷമമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഗൂഗിളിനോട് ചോദിക്കും, ഗൂഗിൾ വാട്ട് ഈസ് ആൻസർ? അപ്പൊ ഗൂഗിൾ പറയും നോ ഇൻഫർമേഷൻ. അപ്പൊ ഇവര് തൊട്ടടുത്തേക്ക് വൈഫൈ കണക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കും. പണ്ട് ഞാനൊരു കോളേജിൽ പറഞ്ഞു ബോയ്സിനൊരു ചൂട്, ജീവിതത്തിനോട് ഫോക്കസ് കൂടുതലാണ് ബോയ്സിനെ ഗേൾസിനാണ്. ഫോക്കസ് ഗേൾസിനാണ്. ബോയ്സിന് ഫോക്കസ് ഉണ്ട്, പക്ഷെ അവരുടെ ഫോക്കസ് മുഴുവൻ ഗേൾസാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൊടുക്കാൻ ടേബിൾ ഫാൻ തിരിഞ്ഞ ഞാൻ പോയിട്ട് അവിടെ കഴുത്തിൽ കൊണ്ട് തിരിച്ചു. ഞാനിവിടെ പറഞ്ഞേ ബോയ്സിനൊരു ചൂടില്ല എന്ന് പറഞ്ഞു. എന്റെ തെറ്റായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ താഴേക്ക് കൂടെ പോകുമ്പോൾ മോളിൽ നിന്ന് എടുത്ത് ചായ എടുത്തിട്ട് എൻ്റെ തലയിലേക്ക് ഒഴിച്ചു. ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവൻ ചോദിക്കാം ചൂടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുത്ത എന്റെ പുറത്ത് വേണ്ടിയിട്ട് പറയും ബ്രോ സൂപ്പർ ക്ലാസ്. ബ്രോ ഞാൻ പള്ളിയിലെ അച്ഛനാണ് പ്രിൻസിപ്പൽ. ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛോ പിള്ളേർ എന്നെ ബ്രോ എന്ന് വിളിച്ചു. അപ്പൊ അച്ഛൻ പറയാം അവന്മാരിടയ്ക്ക് എന്നെയും ബ്രോ എന്നാണ് വിളിച്ചത്. നിങ്ങൾക്കറിയാം പിള്ളേരെ ഭാഷ പറയുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ, ഒരുത്തിന് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ അവന് അപ്പി ഇടാൻ പോണം. അപ്പി അറിയാതെ അവൻ പറഞ്ഞു ആപ്സ് ഡൗൺലോഡ് ചെയ്യും. ഇതൊന്നും റെക്കോർഡ് ചെയ്യട്ടോ. അവരാണ് തടിച്ചിട്ടുണ്ട്, കുറെ GB വേണ്ടി വരും. പിള്ളേരെ ഭാഷ മാറിയേ നിങ്ങളത് പഠിക്കുന്നുണ്ടോ? ഭാഷ മാറി പിള്ളേരെ. കുട്ടികളെ മനസ്സിലാക്കി വെക്കാം. ചിലവര് ഇൻട്രോട്ടായിരിക്കും, എക്സ്ട്രോട്ടായിരിക്കും. ചിലവര് എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ടാവുന്നേ. മക്കളെ മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്ത് വിട്ട്. ഇപ്പൊ ഡോക്ടർ, എല്ലാവരും ഡോക്ടർ ആവണം നിർബന്ധമുണ്ടോ? ഇവിടെ എന്താണ് അതിന് ഇവിടുത്തെ ഒരു ഫിലോസഫി എന്നൊന്നും അറിയില്ല. ഡോക്ടർ പിള്ളേർ സൊസൈറ്റിയുമായിട്ട് ഇടപെട്ട് ജീവിക്കേണ്ടത്. ഞാൻ സ്കൂളിൽ പോയി വെച്ചാൽ മക്കളെ ഡോക്ടർ ആവണേ, പിള്ളേർ പറഞ്ഞു വേണ്ട. ഡോക്ടർ വേണ്ടതോ? ഡോക്ടർ വേണ്ട. അപ്പൊ പിന്നെ എന്താവണം? ഇപ്പൊ ടീച്ചർ ആവണം കുറെ പിള്ളേർ. ഞാൻ വെച്ചാൽ ഡോക്ടറൊക്കെ വലുതാണോ ടീച്ചർ? അവർ പറഞ്ഞു അതെ. അവർ പറഞ്ഞത് ഡോക്ടർക്ക് സോഷ്യൽ ലൈഫ് കുറവാണ്, ടീച്ചർക്ക് സോഷ്യൽ ലൈഫ് കൂടുതലാണ്. ശരിയല്ലേ? സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇടപെടുന്ന ഡോക്ടറാണോ ടീച്ചറാണോ? പറയും. പിള്ളേരുടെ ഐഡിയാസ് ആട്ടോ. അപ്പൊ അവർ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു ബസ്സിൽ ഡോക്ടറെ കണ്ട ഓർമ്മയുണ്ടോ? ബസ്സിൽ ഒരു ബസ്സിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു, തൊട്ടടുത്ത ആളോട് ചോദിക്കുന്നു എന്ത് ചെയ്യുന്നു? ഡോക്ടർ. കുറവാണ്. ഒരു കല്യാണം വേണ്ടി ഡോക്ടറെ കണ്ട അനുഭവം കുറവായിരിക്കും. ഉണ്ടോ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ സർജനൊക്കെ കല്യാണം വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും